ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വായിൽ ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഇഷ്ടമല്ല. സോ ഇതുകൂടെ ആകുമ്പോഴത്തേക്കും ഞാനൊന്നും പറയുന്നില്ല. സോ എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രബീർ ദാസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക്, റൈറ്റ് വിങ്ങർ എല്ലാ പൊസിഷനും കളിക്കാൻ പറ്റുന്ന പ്രബീർ ദാസ്, അതിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ എല്ലാവരും അദ്ദേഹത്തിന് കമൻറ്റ് ബോക്സിൽ ബർത്ത്ഡേ വിഷ് നേരാനായിട്ട് ശ്രമിക്കുക. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോണി കൗക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അദ്ദേഹം ഇന്റർകാശിക്ക് വേണ്ടി കളിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും അദ്ദേഹം ഒരു ഐ ലീഗിലേക്ക് പോകുന്നു. ബട്ട് അദ്ദേഹം ഐ ലീഗിലേക്ക് പോയി ഇന്റർകാശിക്ക് വേണ്ടി കളിക്കുകയാണ്. ഇന്ന് ശ്രീനിധി തെക്കൻ FC വിജയിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗോളും വളരെയധികം നിർണായകമായിട്ടുണ്ട്. എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈയിടയ്ക്ക് അതായത് ഒരു 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ഒരു ISL ക്ലബ്ബ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ബട്ട് അദ്ദേഹം ആ ഒരു ഓഫർ നിരാകരിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഒരു ക്ലബ്ബ് ഏതാണെന്ന് കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. സ്റ്റിൽ കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഈസ്റ്റ് ബംഗാളിൻ്റെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ബട്ട് ഏതായിരിക്കും ആ ഒരു ക്ലബ്ബെന്ന് പ്രോപ്പറായിട്ട് ഇതുവരെ ആരും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രോസ് ഡയമൻഡക്കോസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിമിത്രോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിലെ താരമാണ്. അതിന് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളൊന്നും ഇറങ്ങിയില്ല. ഇത് നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത മത്സരത്തിൽ ദിമിത്രോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഇറങ്ങുമെന്നാണ്. അതായത് അവരുടെ സെലക്ഷൻ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മിനിമം സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ടീം തോൽക്കുന്നൊരു സാഹചര്യത്തേക്ക് മാത്രം വരുമ്പോഴേക്കും അദ്ദേഹത്തെ ഇറക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ചെറിയ അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറി നമുക്കറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ദിശയിലേക്ക് എടുത്തിട്ടുണ്ട്. ഗുഡ് ബൈ.